എല്ലാവർക്കും തോന്നുന്നു നല്ല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് അതല്ല. നമ്മൾ ഉള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ തോന്നണം. കാരണം ഞാൻ സ്റ്റിച്ചിങ് ഫീൽഡിലോട്ട് വന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ സങ്കടം ഇതായിരുന്നു. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെന്ന്. ഞാൻ ആ വിഷമം പറഞ്ഞ് അവിടെ അന്ന് കുത്തിയിരുന്നെങ്കിൽ എനിക്ക് അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഞാൻ എന്റെ വീട്ടിലുള്ള സൗകര്യത്തിൽ എന്റേതായ രീതിയിൽ ഓരോന്ന് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഓരോ ഡ്രസ്സിന്റെ ഫോട്ടോസ് എടുക്കുന്നത്. അപ്പം എനിക്ക് ഒന്നേ പറയാനുള്ള, ചെറിയ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ എന്റെ സ്വപ്നങ്ങൾ തുടങ്ങിയത്. ഞാൻ തയ്ക്കുന്ന ഓരോ ഡ്രസ്സിനും എന്റെ ഒരു പ്രയത്നത്തിന്റെ ഓർമ്മയായിട്ടാണ് ഞാൻ സൂക്ഷിക്കുന്നത്. നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ നന്നായി വളരാം. കാരണം സ്വപ്നങ്ങൾക്ക് സൗകര്യത്തിന്റെ ആവശ്യമില്ല, പ്രയത്നം മാത്രം മതി. അപ്പൊ എവിടെങ്കിലും ഒക്കെ വിഷമിച്ച് മാറിയിരിക്കുന്ന നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വിഷമിച്ചിരുന്ന അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. നിങ്ങളെ ആരും വിളിച്ച് വെളിയിൽ കൊണ്ടുവരത്തില്ല. നിങ്ങൾ സ്വയം ഇറങ്ങണം. അപ്പം നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ വേണമെങ്കിൽ നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും തോന്നുന്നു നല്ല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് അതല്ല. നമ്മൾ ഉള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ തോന്നണം. കാരണം ഞാൻ സ്റ്റിച്ചിങ് ഫീൽഡിലോട്ട് വന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ സങ്കടം ഇതായിരുന്നു. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെന്ന്. ഞാൻ ആ വിഷമം പറഞ്ഞ് അവിടെ അന്ന് കുത്തിയിരുന്നെങ്കിൽ എനിക്ക് അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഞാൻ എന്റെ വീട്ടിലുള്ള സൗകര്യത്തിൽ എന്റേതായ രീതിയിൽ ഓരോന്ന് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഓരോ ഡ്രസ്സിന്റെ ഫോട്ടോസ് എടുക്കുന്നത്. അപ്പം എനിക്ക് ഒന്നേ